പരസ്പരം പോരടിക്കുവാൻ ഒരുങ്ങുന്നത് തവനൂർ നിയോജക മണ്ഡലത്തിലാണ്. ഇടതുപക്ഷത്തിന്റെ 2 സ്വതന്ത്ര MLA-മാരായിരുന്ന KT ജലീലും PV അൻവറും തമ്മിലാണ് ഇത്തവണ മത്സരത്തിന് സാധ്യത. UDF പാളയത്തിലെത്തിയ PV അൻവറിനെ KT ജലീലിനെതിരെ മത്സരിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് UDF. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിന് തവനൂർ മണ്ഡലം വേദിയായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. UDF-ന്റെ അസോസിയേറ്റ് അംഗമായി മാറിയ PV അൻവറിനെ തവനൂരിൽ മത്സരിപ്പിക്കുവാൻ UDF നീക്കം നടത്തുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ സംഭവിച്ചാൽ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA-യും മുൻ മന്ത്രിയുമായ KT ജലീലുമായുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാകും തവനൂർ സാക്ഷ്യം വഹിക്കുക. UDF-ന്റെ നീക്കം UDF പാളയത്തിലെത്തിയ PV അൻവറിന് മത്സരിക്കുവാൻ പ്രധാനമായും 3 മണ്ഡലങ്ങളാണ് പരിഗണനയിലുള്ളത്: ബേപ്പൂർ, പട്ടാമ്പി, തവനൂർ. ഇതിൽ തവനൂരിനാണ് അൻവർ മുൻഗണന നൽകുന്നത് എന്നാണ് സൂചന. മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായി അറിയപ്പെടുന്ന തവനൂർ പിടിച്ചെടുക്കുവാൻ അൻവറിനെ പോലുള്ള ഒരു കരുത്തനായ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്ന് UDF-ഉം മുസ്ലിം ലീഗും കണക്കുകൂട്ടുന്നു. ജലീലിന്റെ കോട്ട 2008-ൽ മത്സരം രൂപീകരിച്ചതിനു ശേഷം നടന്ന 2011, 2016, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിച്ച് KT ജലീൽ തവനൂരിനെ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാക്കി മാറ്റിയിരുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് KT ജലീൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും എതിരാളിയായി PV അൻവർ എത്തുകയാണെങ്കിൽ ജലീൽ തന്നെ വീണ്ടും പോരാട്ടത്തിനിറങ്ങാനാണ് സാധ്യത. LDF-നെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ നേരിടാൻ ഏറ്റവും അനുയോജ്യനായ പോരാളിയായി അവർ കാണുന്നതും ജലീലിനെ തന്നെയാണ്. ഒരു കാലത്ത് മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ 2 സ്വതന്ത്ര MLA-മാരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്ന PV അൻവറും KT ജലീലും പരസ്പരം പോരടിക്കുന്നു എന്നതാകും ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് കുന്നംപറമ്പിൽ UDF സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ കടുത്ത മത്സരം നടന്ന മണ്ഡലമായിരുന്നു തവനൂർ. ഇത്തവണ അൻവർ കൂടി എത്തുന്നതോടെ മണ്ഡലം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകും. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് തവനൂരിൽ ഇത്തവണ ഒരു താരയുദ്ധം നടക്കുമെന്നതിലേക്കാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.